എല്ലാവർക്കും കീലാഷ് വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് 2012 മോഡൽ വാഗനറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടാകുമ്പോൾ ഓഫായി പോകുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണുന്ന ഈ ആർ പി എം 1000-ൻ്റെ മുകളിൽ നിൽക്കുക. നേരത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം 1000 താഴെ പോകുമായിരുന്നു, സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല. എ സി ഓൺ ചെയ്യുമ്പോൾ പൊങ്ങി വരേണ്ടതുമാണ്. അപ്പോൾ എ സി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് പൊങ്ങി വരുന്നുണ്ട്. നേരത്തെ വരത്തില്ലായിരുന്നു, ഓഫായി പോകുമായിരുന്നു. വണ്ടി ഇപ്പോൾ ആൾറെഡി 77,345 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 മോഡലാണ്. പക്ഷേ അതിനകത്ത് ഐഡിൽ കൺട്രോൾ മോട്ടോറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റക്കായി പോയതാണ്. നമ്മളിപ്പം കമ്പനി കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ഈ ത്രോട്ടിൽ വാൽവ് മൊത്തം മാറാൻ പറയും. അതേ ഉള്ള അതിൻ്റെ പ്രതിവിധി എന്ന് പറയും. ഞാനീ ഒരു 10-35 വർഷത്തിന് മുകളിൽ വിദേശത്ത് മെക്കാനിക്കായിട്ട് ജോലി ചെയ്തിട്ടുള്ള പരിചയം വെച്ച് ഞാനത് ഇളക്കി റിപ്പയർ ചെയ്ത് ഇപ്പോൾ കംപ്ലൈൻറ്റ് മാറി. മാത്രമല്ല, ഇത് കംപ്ലൈൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മൈലേജിനെയും ബാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെയിൻ റോഡ് കയറുമ്പോഴൊക്കെ വണ്ടി ഓഫായി പോകും. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിറങ്ങുന്ന ഏത് സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്താലും 1000 മുകളിലോട്ട് ആർ പി എം ഒരു 2000 അല്ല 1750 ആർ പി എം പോയിട്ട് തിരിച്ച് ചൂടാകുമ്പോഴത്തേക്ക് റിഡ്യൂസായി ഒരു 1000 അടുത്ത് വന്ന് നിൽക്കും. അതാണ് ഒറിജിനലി ഉള്ളത്. അതിനാണ് റിപ്പയറിങ് ചെയ്തത്. ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ. ത്രോട്ടിൽ വാൽവ് ഉദ്ദേശിക്കുന്ന ഈ ഭാഗമാണ് എയർ ഫിൽറ്ററിൽ നിന്ന് പോകുന്ന പൈപ്പ്. പിന്നെ ഈ ഒരു പാർട്ടാണ് ഐഡിൽ കൺട്രോൾ മോട്ടർ. ഒരു മോട്ടർ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. അതിങ്ങനെ സ്റ്റക്കായി പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പെട്രോളിൻ്റെയൊക്കെ ഈ കാർബണൊക്കെ വന്ന് അടഞ്ഞിട്ട് അത് സ്റ്റക്കായിപ്പോൾ മൂവ് ചെയ്യാതില്ലെങ്കിൽ ഉദ്ദേശമുള്ള ആർ പി എം കിട്ടത്തില്ല. പിന്നെ സ്റ്റാർട്ടായി അതിനകത്തൊരു ഹീറ്റ് സെൻസറുണ്ട്. വെള്ളം റേഡിയേറ്ററിൻ്റെ വെള്ളം അതിനകത്ത് വന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട്, പാസ്സായി പോകുന്നുണ്ട്. വെള്ളം ചൂടാകുമ്പം അത് റെഡ്യൂസായി ആർ പി എം കുറയും. അതിപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇളക്കാവുന്ന സംവിധാനമല്ല കമ്പനി കൊടുത്തേക്കുന്നത്, ചെറിയ സ്ക്രൂകളാണ്. അതുകൊണ്ട് നമുക്കിളക്കി റിപ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ വർക്ക്ഷോപ്പുകാരാണെങ്കിൽ ഇതൊന്നും ഇളക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. മാറ്റം നമ്മൾ ഇളക്കി റിപ്പയർ ചെയ്തിട്ടുണ്ട്. പല വണ്ടിക്ക് വിളക്ക് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിചയം വെച്ച് നമ്മൾ ചെയ്ത് സക്സസ് ആയി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ക്രൂ ഡ്രൈവറിൽ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിലെ സ്ക്രൂ ആണ് 4 സ്ക്രൂ വരുന്നത്. അത് സ്ക്രൂ ചഴിച്ചാലൊന്നും അടിയത്തില്ല. പിന്നെ നമ്മൾ തട്ടി ഇളക്കിയിട്ട് അടിയിലൊരു റബ്ബറിൻ്റെ ഗ്യാസ്കറ്റ് വരും. ആ ഗ്യാസ്കറ്റിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സിലിക്കൺ ഉണ്ടെങ്കിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഗ്രീസ് വെട്ടിയാലും മതി. ഗ്രീസ് വെട്ടിയിട്ട് മുറുക്കി വെക്കുക. അത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആർ പി എം കറക്റ്റായിട്ട് പൊങ്ങി വരും. ഈ ത്രോട്ടിൽ വാൽവ് ഇളക്കുമ്പോഴും അവിടെ 4 ബോൾട്ടാണ് വരുന്നത്. അതിനടിയിലും ഗ്യാസ്കറ്റുണ്ട്. ആ ഗ്യാസ്കറ്റ് കീറാതെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസോ അങ്ങനെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ സമയത്ത് മാറിയില്ലെങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരുപാട് സമയാസമയങ്ങളിൽ എയർ ഫിൽറ്റർ മാറണം. അല്ലെങ്കിൽ 20,000-25,000 എയർ ഫിൽറ്റർ മാറണം. അല്ലാതെ എല്ലാ പ്രാവശ്യം ഓയിൽ മാറുമ്പം എവരി 10,000 നല്ലപോലെ ക്ലീൻ ചെയ്യണം, ഡസ്റ്റ് അടിച്ച് കളയണം. ക്ലീൻ ചെയ്ത് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ടത് മാറ്റിയിടുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കേ.